പ്രിയ സുഹൃത്തെ, ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം SIPയെ കുറിച്ച്. ഇന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് SIP. ഈ SIPയിൽ തന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ലിമിറ്റഡ് പേയ്മെൻറ്റ് SIP. എന്താണ് SIPയും ലിമിറ്റഡ് പേയ്മെൻറ്റ് SIPയും തമ്മിലുള്ള വ്യത്യാസം? എങ്ങനെ ഈ ലിമിറ്റഡ് പേയ്മെൻറ്റ് SIPയിലൂടെ കോടികൾ നമുക്ക് ലാഭിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെല്ലാം സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമ്മിച്ച ടിപ്സ് പവർഡ് ബൈ ഡയസ് ഇൻവെസ്റ്റ്. മൈ നെയിം ഈസ് പ്രിൻസ് ആൻഡ് ഡയസ്. തൊമ്മിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്നേ ദിവസം നമ്മൾ SIPയിൽ, അതായത് ലിമിറ്റഡ് പേയ്മെൻറ്റ് SIP എന്ന് പറഞ്ഞ ഒരു മെത്തേഡിലൂടെ എങ്ങനെ നമുക്ക് കോടികൾ ലാഭിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ തൊമ്മിച്ചൻ, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നിലവിലത്തെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വയസ്സാണ്. ഇദ്ദേഹത്തിന് 60ാമത്തെ വയസ്സിൽ റിട്ടയർഡ് ആണ്. ആ സമയത്ത് ഏകദേശം ഒരു 10 കോടി രൂപ ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് കണ്ടെത്തണം എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏജ് 40 വയസ്സ്, ഇവിടെ ഇദ്ദേഹത്തിന് 60 വയസ്സാകുമ്പോഴേക്കും 10 കോടി രൂപ കണ്ടെത്തണം. അപ്പോൾ സാധാരണ രീതിയിലുള്ള ഇപ്പം നമ്മളിപ്പോൾ നോർമൽ ഒരു SIP നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സംബന്ധിച്ച് ഇപ്പം തൊമ്മിച്ചനെ സംബന്ധിച്ച് ഈ ഒരു ഫിനാൻഷ്യൽ ഗോള് എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1,10,000 രൂപ വെച്ച് 20 വർഷം തൊമ്മിച്ചൻ 1,10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ തൊമ്മിച്ചനെ സംബന്ധിച്ച് ഈ 60ാമത്തെ വയസ്സിൽ 10 കോടി രൂപ കണ്ടെത്താൻ പറ്റുന്നത്. അതായത് ഇപ്പൊ തൊമ്മിച്ചൻ ഇത്ര നാൾ കൊണ്ട്, അതായത് 240 മാസം കൊണ്ട് ടോട്ടൽ ഏകദേശം 2.64 ക്രോർ, അതായത് 2,64,00,000 രൂപയോളം ടോട്ടൽ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു എമൗണ്ട് 10 കോടി രൂപയായിട്ട് 20 വർഷം കൊണ്ട് ആകും. ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു 12% റിട്ടേൺ ആണ്. അതേസമയം എന്താണ് ലിമിറ്റഡ് പേയ്മെൻറ്റ് SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ സംബന്ധിച്ച് 40 തുടങ്ങി 60 വയസ്സ്, അതായത് 20 വർഷത്തെ പീരീഡ് ഉണ്ട്. പക്ഷെ നമ്മൾ 20 വർഷം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ മാത്രം പേയ്മെൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഹോൾഡ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൊമ്മിച്ചൻ 40ാമത്തെ വയസ്സിൽ ഇവിടെ SIP സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം തൊമ്മിച്ചൻ 45 വയസ്സ് വരെ, അതായത് ആദ്യത്തെ 5 വർഷം പേയ്മെൻറ്റ് ചെയ്തു. അതിനുശേഷം വരുന്ന ഏകദേശം ഒരു 10-15 വർഷം ജസ്റ്റ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്യുന്നു. അങ്ങനെ ഈ 60ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് 10 കോടി രൂപ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ തൊമ്മിച്ചൻ ഇവിടെ വെച്ച് 2,26,000 രൂപയുടെ SIP 5 വർഷം ഇൻറ്റു 12 മാസമാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഇതേ രീതിയിലാണ് ഇപ്പൊ തൊമ്മിച്ചനെ സംബന്ധിച്ച് തൊമ്മിച്ചൻ അടയ്ക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് 1,36,00,000 രൂപയാണ്. 1,36,00,000 രൂപയാണ് ടോട്ടൽ ഡിപ്പോസിറ്റ് ചെയ്തത്. ആ ഒരു എമൗണ്ട് ഇനി ബാക്കി ഒരു 15 വർഷം കൂടിയുണ്ട്. ഈ 15 വർഷം കൂടി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് 10 കോടി രൂപയായിട്ട് മാറും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇപ്പൊ നോർമൽ SIP ആണെങ്കിൽ 2,64,00,000 രൂപ, അതായത് 264,00,000 രൂപ ഡിപ്പോസിറ്റ് ചെയ്യണം. അതേസമയം ഈ ലിമിറ്റഡ് പേയ്മെന്റ് SIP വഴി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 136,00,000 രൂപയാണ് ഡിപ്പോസിറ്റ് ചെയ്തു വരുന്നത്. അപ്പൊ തൊമ്മിച്ചനെ സംബന്ധിച്ച് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതിലൂടെ തൊമ്മിച്ചനെ ഏകദേശം 128,00,000 രൂപ, അതായത് 1,28,00,000 രൂപയോളം ലാഭിക്കാൻ സാധിക്കും. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇപ്പൊ സപ്പോസ് താങ്കളെ സംബന്ധിച്ച് ഇവിടെ ഇപ്പോൾ 1,10,000 രൂപയാണ് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്, ഇവിടെ 2,20,000, അതായത് ഓൾമോസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഇരട്ടി തുക ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യേണ്ട സാഹചര്യം വരുന്നുണ്ട്. പക്ഷെ ഇവിടെ 20 വർഷം പേയ്മെന്റ് ചെയ്യേണ്ടി വരുമ്പോഴേക്കും ഇവിടെ ആകെ 5 വർഷം പേയ്മെന്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതായത് 15 വർഷം നമുക്ക് പേയ്മെന്റ്
ചെയ്യേണ്ട സാഹചര്യം വരുന്നില്ല. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു ഗോൾ, നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് NRI, ഇപ്പൊ ഗൾഫ് NRI ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ഈ നോർമൽ SIPയേക്കാൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും അവർക്ക് ഇത് അഫോർഡബിൾ ആണെങ്കിൽ അവരെ സംബന്ധിച്ച് ഈ ലിമിറ്റഡ് പേയ്മെന്റ് SIP ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സാധാരണ രീതിയിൽ ഇപ്പൊ ഒരു ഗൾഫ് NRI അവരെ സംബന്ധിച്ച് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സാലറി വരുമാനമൊക്കെ ഉണ്ടാവും. പിന്നെ അവർക്കിപ്പോൾ അവിടെ ടാക്സ് കൊടുക്കാനുള്ള ലൈബിലിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈവൻ ഇപ്പം നമ്മൾ യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിൽ സെയിം സാലറി കിട്ടുന്ന ഒരു വ്യക്തിയും ഇപ്പൊ ഗൾഫിൽ സാലറി കിട്ടുന്ന ഒരു വ്യക്തിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നോർമൽ സിറ്റുവേഷനിൽ യൂറോപ്പിലുള്ളവരെയൊക്കെ കൂടുതൽ സേവ് ചെയ്യാൻ സാധാരണ രീതിയിൽ ഗൾഫ് NRIസിന് സാധിക്കാറുണ്ട്. കാരണം അവർക്ക് ടാക്സ് ലെവലിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു തുക ലാഭിക്കാൻ സാധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു വ്യക്തി ഈ ഒരു തുക ഡിപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത്, കാരണം ഈ ഗൾഫ് NRIയെ സംബന്ധിച്ച് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് നല്ല വരുമാനമുണ്ട്, പക്ഷെ ജോബ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം, ഏത് നിമിഷം വേണമെങ്കിലും അവരെ ജോലി നഷ്ടപ്പെടാം എന്നുള്ളൊരവസ്ഥയാണ്. ഇപ്പം അത് ഗൾഫ് മാത്രമല്ല, ലോകമെമ്പാടും ഈവൻ ഇപ്പം അമേരിക്കയിൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഏത് നിമിഷം വേണമെങ്കിലും ജോലി നഷ്ടപ്പെടാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലിമിറ്റഡ് പേയ്മെന്റ് SIP എന്ന് പറഞ്ഞ ഒരു മെത്തേഡിലൂടെ വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് പേയ്മെന്റ് ചെയ്താൽ മതി. അതിനുശേഷം ഇപ്പം നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം നമുക്ക് ഫിനാൻഷ്യലി ആ സമയത്ത് നമുക്ക് അഫോർഡബിൾ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോവാം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ഇപ്പോൾ 5 വർഷം കഴിയുമ്പോൾ നമ്മളെ ഫിനാൻഷ്യൽ ഗോളിനുള്ള പേയ്മെന്റ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിലൂടെ ഇതുപോലെ എമൗണ്ട് ലാഭിക്കാൻ പറ്റുമെന്നത് മാത്രമല്ല, നമുക്ക് പീസ് ഓഫ് മൈൻഡ്. കാരണം 5 വർഷം കഴിയുമ്പോൾ ഇപ്പൊ തൊമ്മിച്ചനെ സംബന്ധിച്ച് 45 വയസ്സാകുമ്പോൾ തന്നെ തൊമ്മിച്ചന്റെ റിട്ടയർമെന്റിന് വേണ്ടിയുള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റും അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ബാക്കിയുള്ള 15 വർഷം ഇപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ ഫ്രീ ആയിട്ട് തന്നെ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഇപ്പം ഈവൻ എക്സിസ്റ്റിംഗ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ തരത്തിൽ അഫോർഡബിൾ ആണെങ്കിൽ, ഇവിടെ ഞാൻ 10 CRന്റെ കണക്കാണ് കാണിച്ചേക്കണം. ഇപ്പം 5 കോടിയാണെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി, ഇപ്പോൾ 1 കോടിയാണെങ്കിൽ 10-1 അങ്ങനെ വെച്ച് കണക്ക് കൂട്ടിയാൽ മതി. കാരണം ഇപ്പം കുറേ ആൾക്കാർ ഈ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യും, നിങ്ങളിങ്ങനെ കോടീശ്വരന്മാരുടെ കണക്കുകളാണ് അവതരിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ നേരെ ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ 1 കോടി വേണമെന്നുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ 1,10,000 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 11,000 രൂപ. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2,26,000 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 22,600 രൂപ. നേരെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ തുക നമുക്ക് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളെ സംബന്ധിച്ച് അഫോർഡബിൾ ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ കുറേ തുക ലാഭിക്കാനും പറ്റും. അതോടൊപ്പം തന്നെ പീസ് ഓഫ് മൈൻഡ്. കാരണം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ ഫ്യൂച്ചർ ഗോൾസിന് വേണ്ടിയുള്ള, ഇത് റിട്ടയർമെന്റ് മാത്രമല്ല, കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ, മാരേജ് എന്ന് വേണ്ട എല്ലാ ഗോളുകൾക്ക് വേണ്ടിയുള്ള പേയ്മെന്റ് നമുക്ക് അഡ്വാൻസ് നമുക്ക് പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് താങ്കൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈവൻ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും അവർക്കും ഈ ഒരു ഓപ്ഷനിലേക്ക് മാറ്റുന്നത് നല്ലതായിരിക്കും. അതിനുവേണ്ടി താങ്കളുടെ റിലേഷൻഷിപ്പ് മാനേജറായിട്ട് താങ്കൾ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ച് ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.